നമസ്കാരം. ESV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് പോവാം. നമ്മുടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് മന്ത്രിയെ കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഉദ്ഘാടനവുമായി ഒന്നാം ഘട്ട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അകറ്റി നിർത്തുകയുണ്ടായി. പക്ഷേ ആ ശിലാഫലകത്തിൽ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊത്തിയിട്ടുണ്ടായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, PA മുഹമ്മദ് റിയാസ് എന്ന്. എന്നിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി. എന്നാൽ ഈ BJPയുടെ ഒരു പരിപാടിയാക്കി, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിന്നുകൊണ്ടുള്ള BJPയുടെ ഒരു പ്രോഗ്രാമാക്കി അതിനെ മാറ്റുകയായിരുന്നു അവർ ചെയ്തത്. നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനിയായ രാജീവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് രാജീവ് ചന്ദ്രശേഖർ. ഇവിടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന സമയത്ത് എല്ലാവരും എത്തുന്നതിന് മുൻപ് തന്നെ നേരത്തെ കാലേ കൂട്ടി ഒരു ഇരിപ്പിടം തരപ്പെടുത്തിയെടുത്ത മഹാനാണ് നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ വിചാരം ഈ നടക്കുന്ന പരിപാടിയിലെല്ലാം താനൊരു വലിയ കേന്ദ്രമന്ത്രിയാണെന്നും ആ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തനിക്ക് എവിടെ വേണേലും വലിഞ്ഞു കയറി ചെന്നിരിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ധാർഷ്ട്യവും അഹങ്കാരവും വൃത്തികെട്ട എന്താ പറയുക ചിന്തയുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞൊഴിഞ്ഞു പോയ കാര്യം എന്താണ്? പറഞ്ഞൊഴിഞ്ഞു പോവുകയാണ്, മുഖ്യമന്ത്രിയെ വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനെ കൂടി വിളിക്കണം എന്നുള്ള കാര്യം പറയണമെന്ന്. പൊതുമരാമത്ത് മന്ത്രിയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കൂടി വരാം. ഈ പറയുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകം 2019 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രശ്നം നടത്തി. അതായത് ഇവിടെ ദേശീയപാത വികസനത്തിൻ്റെ ആവശ്യമില്ല എന്ന തരത്തിൽ. ആരാണെന്നറിയുക അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ? ശ്രീധരൻ പിള്ള, PS ശ്രീധരൻ പിള്ള അഡ്വക്കേറ്റ്. അതായത് കേരളത്തിലെ ഒരു പറ്റം വരുന്ന BJPക്കാരെയും സംഘപരിവാറുകാരെയും കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ പറയുന്ന പോലെ എല്ലാ മുൻപുണ്ടായിരുന്ന എല്ലാ BJP നേതാക്കന്മാരുടെയും ചിന്തകൾക്കും എഴുത്തുകൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ അതിനെ ഗോൾഡൻ ചാൻസ് ആക്കി കണ്ടുകൊണ്ട് ഈ നാട്ടിലെ സകലമാന സംഘപരിവാറുകാരെയും ശബരിമലയിൽ പോയിട്ട് കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ പറഞ്ഞുവിട്ട അതേ സംസ്ഥാന അധ്യക്ഷൻ, ആ ആളാണ് ഈ PS ശ്രീധരൻ പിള്ള. ഇപ്പോൾ ഇച്ചിരി മനംമാറ്റമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ അവിടെ നിന്ന് ഗോവയിൽ നിന്നൊക്കെ ഇങ്ങി പോകുന്നതിന് ശേഷം ചെറിയ മനംമാറ്റമൊക്കെ വന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ചിലപ്പോഴൊക്കെ ചില സത്യങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോൾ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അന്നും അറിയാതെ വായിന്ന് വീണുപോയൊരു വാക്കാണ് ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു എന്ന്. കാരണം കേരളത്തിൽ ഭരണം പിടിക്കാൻ മതപരമായ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതല്ലാതെ BJPയെ സംബന്ധിച്ചിടത്തോളം വേറൊരു രക്ഷയില്ല എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ 2018 സെപ്റ്റംബർ മാസം 14-ാം തീയതി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കത്ത് കേന്ദ്ര സർക്കാരിലേക്ക് PS ശ്രീധരൻപിള്ള അയച്ചിരുന്നു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതെന്തിനായിരുന്നു അയച്ചത്? ദേശീയപാത വികസനം എത്രയും വേഗം സാധ്യമാക്കി കേരളത്തിൽ വികസനം അങ്ങോട്ട് ഒരുക്കി കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്ന ചില ക്ഷേത്രങ്ങൾ, അതുപോലെയുള്ള ചില സ്ഥാപനങ്ങൾ, അതോടൊപ്പം പേര് വെളിപ്പെടുത്താൻ പോലും ഇല്ലാത്ത ചില വൻകിട കുത്തക കമ്പനിക്കാർ, അതായത് ശ്രീധരൻപിള്ള കാശ് വാങ്ങിയിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അത്തരം ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങളുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള പ്രദേശത്ത് സർവേ നടത്താൻ പാടില്ല എന്നും അവിടെ ദേശീയപാതയുടെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ദേശീയപാത വികസനം സാധ്യമാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്തയച്ചത്. അതിനനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ നീട്ടിപ്പിടിച്ച ഒരു നിവേദനം അയച്ച ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നമുക്കുണ്ടായിരുന്നു. ഈ ദേശീയ അധ്യക്ഷൻ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്ന അതേ പാർട്ടിക്കാർ തന്നെയാണ് ഇരട്ടത്താപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന്, അതായത് സംസ്ഥാനത്ത് ദേശീയപാത വികസനം സാധ്യമായി. ആദ്യം ആ കത്ത് കിട്ടിക്കഴിഞ്ഞ പാടെ എന്ത് ചെയ്തു? അതങ്ങ് ഒഴിവാക്കി. സമരസംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കത്ത് കിട്ടി. നിതിൻ ഗഡ്കരിക്കാണ് കത്തയച്ചത്. അന്ന് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിതിൻ ഗഡ്കരി ആയിരുന്നു. ഗഡ്കരിക്ക് തന്നെയാണ് കത്തയച്ചത്. അതോടുകൂടി ഗഡ്കരി പറഞ്ഞു, ശരി, ഞങ്ങൾ നടത്തുന്നില്ല ദേശീയപാത വികസനം. അതായത് കേരളത്തിലെ ദേശീയപാതയ്ക്ക് എതിരായിട്ട് ചെല്ലുന്ന അല്ലെങ്കിൽ പോകുന്ന രണ്ടാമത്തെ രീതിയായിരുന്നു ഇത്. ആദ്യം എന്തായിരുന്നു നമുക്കറിയാം, 30 മീറ്റർ മാത്രമേ ഞങ്ങൾക്കിവിടെ വീതി ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അന്ന് കേന്ദ്രത്തിലെ കത്തയച്ചിരുന്നു. ഞങ്ങൾക്ക് 30 മീറ്ററിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ കഴിയില്ല, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് അതിനെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയൊരു 2041 ഈ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞു, ദേശീയപാത അതോറിറ്റി പറഞ്ഞു, അല്ലെങ്കിൽ കേന്ദ്രം പറഞ്ഞു, പറ്റില്ല, 45 മീറ്ററിൽ കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ദേശീയപാത വികസനം നടത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞു.
ഉമ്മൻചാണ്ടി അപ്പോഴും 30 മീറ്ററിൽ തന്നെ പിടിച്ചു നിന്നു. ഏറ്റവും ഒടുവിൽ അവർ കടകൂട്ടി സ്ഥലം കാലിയാക്കി. അതിനുശേഷമാണ് പിണറായി വിജയൻ അധികാരത്തിലേക്ക് കയറുകയും ഒന്നാം ഇടതുപക്ഷ സർക്കാർ ഇവിടെ വരികയും ചെയ്തതോടുകൂടിയാണ് ദേശീയപാത വികസനം ചൂടുപിടിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ PS ശ്രീധരൻപിള്ള എന്ന് പറയുന്ന അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രത്തിന് കത്തയക്കുന്നത്. ലക്ഷ്യം വ്യക്തമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഒരു കള്ളം പറഞ്ഞു ജനങ്ങളെ പറ്റിക്കാൻ. ആ കള്ളം എന്തായിരുന്നു? പ്രളയത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ശരിക്കും ആ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധരൻപിള്ള കേന്ദ്രത്തിന് കത്തയക്കുന്നത്. ഇതാണ് അക്ഷരാർത്ഥത്തിൽ അന്ന് സംഭവിച്ചൊരു കാര്യം. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ BJPക്കാർ വികസിത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാലത്തുള്ളി നടക്കുന്നുണ്ടല്ലോ. എന്തിനാ വികസിത കേരളം? കേരളത്തെ വികസിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല, കേരളത്തെ പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ടാണെന്നേ ഇവരുദ്ദേശിക്കുന്ന. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ കേരളത്തിൽ വികസനം സാധ്യമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എവിടെയെന്നെങ്കിലും 10-300 സ്വാമിമാർ കാണുമെന്നേ നമ്മുടെ സെക്രട്ടേറിയറ്റിനുള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ നിയമസഭാ മന്ദിരത്തിനകത്ത് അവരെ കയറ്റിയിറക്കി നിർത്തും. പിന്നെ പടിപൂജയായി, പൂജയായി, മറ്റ് പല ആഘോഷ പരിപാടികളും പൂജകളും ഗണപതി ഹോമവും കൊണ്ട് നിറയും നമ്മുടെ നിയമസഭ എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങൾ. അപ്പം അത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നമ്മുടെ കേരളത്തിൽ പിന്നീട് ഉണ്ടാകുക. മന്ത്രിമാരുടെ വണ്ടിക്കെല്ലാം ഗണപതി ഹോമം കഴിഞ്ഞ് നാരങ്ങ വെച്ച് പൊട്ടിച്ചതിന് ശേഷം മാത്രമേ വണ്ടികൾ നിരത്തിലിറങ്ങൂ. അത്തരത്തിൽ നമ്മുടെ കേരളത്തെ പിന്നോട്ടടിക്കുന്ന പരിപാടിയായിരിക്കും. നിയമസഭയോട് ചേർന്നിട്ട് മിക്കവാറും ഒരു ഗോശാല സ്ഥാപിക്കും അവർ. ഇതാണ് BJP കേരളത്തിൽ ഉണ്ടാകുമ്പോൾ, വരുമ്പോൾ, അധികാരത്തിലേറുമ്പോൾ അവരുദ്ദേശിക്കുന്ന വികസിത കേരളം ഇതൊക്കെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ദേശീയപാത വികസനത്തിനെതിരായി ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു കത്ത് കേന്ദ്രത്തിന് അയക്കുമോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രമായി ഏകദേശം 1,34,729 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിൽ 25%, അതായത് 5,580 കോടി രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഈ സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്ഥലം അനുവദിക്കുന്നത്, ഇത്രയും തുക ചെലവാക്കുന്നത്. അതായത് ഫലത്തിൽ പറഞ്ഞാൽ 1 കിലോമീറ്റർ ഭാഗത്തെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി 45 മുതൽ 50 കോടി രൂപ വരെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കയ്യിൽ നിന്ന് പോയി നിൽക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ നിർമ്മാണ ചെലവ്, ഇനി 1 കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 45 മുതൽ 46 കോടി രൂപ വരെ ചെലവ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഈ നമ്മുടെ ദേശീയപാത വികസനത്തിന് തുരങ്കം വെച്ചിട്ട് പോയ BJPക്കാർ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നു. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിക്കുക. ഇതിനകത്ത് മാസായി മാറിയത് മുഹമ്മദ് റിയാസ് ആണെന്ന് പറയേണ്ടി വരും. ഒരു സമാന്തര ഉദ്ഘാടന ചടങ്ങുകൾ അവിടെ കൂടിയതിനേക്കാൾ വിശാലമായ ജനബാഹുല്യത്തോടു കൂടി അതിശക്തമായ നിലയിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കാൻ വളരെ വേഗം തന്നെ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞെങ്കിൽ അത് അദ്ദേഹം മാസായതുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. അത്രത്തോളം ശക്തമായ ജനപിന്തുണ ആ ഒരു മന്ത്രിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അത് ബിരിയാണി കൊടുത്തിട്ടോ 250 രൂപ വെച്ച് കൊടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സിനിമയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ട് നിറച്ചിട്ടോ ആയിരുന്നില്ല മുഹമ്മദ് റിയാസ് ആ പരിപാടി നടത്തിയത്. കാര്യം ശക്തനാണെന്നും താൻ വിചാരിച്ചിട്ട് തന്നെയാണ്, തൻ്റെ ശ്രമഫലമായിട്ട് തന്നെയാണ് ഇതിവിടെ നടപ്പിലാക്കിയെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായിട്ട് തന്നെ ആണ് മുഹമ്മദ് റിയാസിനോടൊപ്പം ജനങ്ങൾ കൂടിയത്. ഇതിൽ ഇവിടെ ഒരുപക്ഷെ മുഹമ്മദ് റിയാസിൻ്റെ പേരായിരിക്കാം BJP നേതൃത്വത്തെ വല്ലാതെ വിരളെ പിടിപ്പിച്ചത് എന്നും തോന്നുന്നു. പക്ഷേ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ദേശീയപാത വികസനം വന്നപ്പോൾ അതിന് ഇടങ്കോലിട്ടവരാണ് ഈ BJPക്കാർ. അവിടെ കയറുന്ന സന്ദീപ് വനസ്പതി അടക്കം, K സുരേന്ദ്രൻ അടക്കം, രാജീവ് ചന്ദ്രശേഖർ അടക്കം, സുരേഷ് അടക്കം, ഇവരെല്ലാവരും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെ തുരങ്കം വയ്ക്കാൻ നോക്കിയവരാണ്. ദേശീയപാത പദ്ധതി മുടക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചവരാണ്. എന്നിട്ടും ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ദേശീയപാത വികസനം സാധ്യമാക്കിയത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.